3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പായി ലോകത്ത് ഫിഖ്ഹിന്റെ ക്രോഡീകരണം നടന്നു. മഹാനായ സയ്യിദുനാ ഇമാമുനാ ശാഫി റളിയല്ലാഹു അൻഹു വന്നു, അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു വന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വന്നു. മദ്ഹബ് 4 ആക്കിയതല്ല, മദ്ഹബ് 4 ആയതാണ്. 5ാമത്തൊന്നും പാടില്ലാത്തോണ്ടല്ല, ഇല്ലാത്തതുകൊണ്ടാണ്. മദ്ഹബ് വേറെ ഉണ്ടായിരുന്നു. 10ഓളം മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ്, അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ്, ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ്, ഇങ്ങനെ 4ന്റെ പുറത്തും മദ്ഹബ് ഉണ്ടായിരുന്നു. പക്ഷെ ഹഖായില്ല. എന്തുകൊണ്ട്? പല കാരണത്താലാണ്. ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ് ഹഖല്ലാതിരിക്കാൻ കാരണം അത് മുഴുവനായും ക്രോഡീകൃതമല്ല എന്നുള്ളതാണ്. മുഴുവൻ കിട്ടൂല, കുറച്ചേ കിട്ടുള്ളൂ. തലല്ലാത്ത തെങ്ങുമ്മ കയറിയമാതിരി എന്നറിയും നമ്മളെ നാട്ടില്. മേൽഭാഗമില്ലാത്ത തെങ്ങുമ്മ കയറിയാൽ കയറ്റൊക്കെ ഉഷാറായിട്ടാണ് കയറും. മേലെ ചെന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ഒരു അന്തം കിട്ടൂല, അതേമാതിരിയാവും. അതുകൊണ്ട് പറ്റൂല, മുഴുവല്ല, അതുകൊണ്ട് പറ്റൂല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബിന് എന്താ കുഴപ്പം? അദ്ദേഹത്തിന്റെ വിശ്വാസം പിഴച്ചതിനാൽ അയാളുടെ കർമ്മശാസ്ത്രം സ്വീകരിക്കാൻ പാടില്ല. അത് സ്വീകരിക്കൽ ബിദ്അത്താവും. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ ഇബാദിയാക്കൾ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലുണ്ട്, ഒമാനിലുണ്ട്. ഇവിടെ നേരത്തെ ഒമാൻ സൂചിപ്പിച്ചല്ലോ, ഒമാനിൽ ഇബാദിയാക്കളുണ്ട്. മഴ പെയ്താൽ ജമ്മാക്കും, വെയില് കൂടിയാൽ ജമ്മാക്കും, ബസ് കിട്ടിയില്ലെങ്കിൽ ജമ്മാക്കും, കാലുമൂറിയായാൽ ജമ്മാക്കും, മരുന്ന് വാങ്ങാൻ യാത്ര ചെയ്താൽ ജമ്മാക്കും. അങ്ങനെ എല്ലാത്തിനും ജമ്മാണ്. അവസാനം മിക്കവാറും ദിവസം 3 നിക്കാരേ ഉണ്ടാവുള്ളൂ. അതാണ് സംഭവം. കളിയാക്കിയതല്ല കേട്ടോ. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബിന്റെ പ്രശ്നം എന്താ വെച്ചാല് അയാളുടെ വിശ്വാസം ശരിയല്ലാത്തതിനാൽ അയാളുടെ കർമ്മശാസ്ത്രം സ്വീകരിക്കാൻ പാടില്ല, ബിദ്അത്താവും. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഉണ്ടായിരുന്നു. എന്താ സ്വീകരിക്കാൻ പറ്റാതിരുന്നത്? കാരണം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്വീകരിക്കും, അതേ സമയത്ത് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്കൂല. എന്താ കാരണം? ഇമാം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ഷിയാക്കളുടെ നേതാവാണ്. മഹാനവർകളുടെ മദ്ഹബ് മഹാനവർകൾ ഉണ്ടാക്കിയതല്ലെന്നും ആരോ ഉണ്ടാക്കി ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്. അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല. ഇമാം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു മോശമായതുകൊണ്ടല്ല, അത് നമ്മൾ അംഗീകരിക്കുന്ന ആൾ തന്നെയാണ്. ഷിയാക്കള് 12 ഇമാമുമാരെ അംഗീകരിക്കും. ആ 12ഉം നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ 12ൽ നിർത്തൂല എന്ന് മാത്രം, പോലെ 12ൽ നിർത്തും. അതാണ് വ്യത്യാസം. അതേ സമയത്ത് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അംഗീകരിക്കും. മഹാനായ സയ്യിദുനാ ഇമാം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്കൂല. എന്തുകൊണ്ട്? അത് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനാൽ ഉണ്ടാക്കപ്പെട്ടതല്ലെന്നും ആരോ എഴുതി ഉണ്ടാക്കി മഹാനവറുകളുടെ മേലെ രേഖപ്പെടുത്തിയതാണെന്നും അഭിപ്രായമുള്ളത് കൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല. അങ്ങനെ എല്ലാം ഒഴിവാക്കിയാൽ അവസാനം സ്വീകരിക്കാൻ പറ്റുന്നത് 4 ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാരും ഷാഫിയാക്കളാണ്. അതിനല്ലേ പെട്ടോ? കുടുങ്ങിയോ? അല്ലല്ലോ, ഷാഫി എന്നല്ലേ? നമ്മളെല്ലാരും ഷാഫിയാക്കളാണ്. പക്ഷെ എല്ലാരും ഷാഫിയാക്കളാവണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. ഹനഫി ആയാലും നമുക്ക് കുഴപ്പമില്ല, മാലിക്കി ആയാലും കുഴപ്പമില്ല, ഹംബലി ആയാലും കുഴപ്പമില്ല. നമ്മളാളുകളാവണമെന്ന വാദമല്ല സമസ്തക്ക്, ഹക്കായിരിക്കണം എന്ന വാദമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല ഞാൻ പറയണത്. മലയാളം തന്നെയാണ്, അതെനിക്ക് അറിയുള്ളൂ പറയാൻ. എന്താ കേട്ട? നമ്മളാൾക്കാരാവണം എന്നല്ല വാദം. പിന്നെന്താ വാദം? ഹക്കിന്റെ അഹ്ലുകാരായിരിക്കണം. നമ്മളാൾക്കാരാണെങ്കിൽ നമ്മളെന്താ പറയാ? എല്ലാരും ഷാഫി മദ്ഹബരാവണം എന്നല്ല പറയണ്ടേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബുകാരാണ് എന്നാണ് ശരിക്കും പറയേണ്ടത്. നമ്മളെ പള്ളിന്റെ മദ്രസിന്റെ ഒക്കെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 ഒരു മദ്ഹബ് സ്വീകരിച്ചവർ ആയിരിക്കണം. നമ്മളാൾക്കാരാവണം എന്നല്ല.
സത്യത്തിന്റെ ആളുകളായിരിക്കണമെന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അതാണ് സത്യത്തിന്റെ അഹലുകാരായിരിക്കണം. അത് നമ്മളാൾ തന്നെ ആവണമെന്നൊന്നുമില്ല എന്നുള്ളതാണ് സംഗതി. അപ്പൊ ഹനഫി ആയാലും പറ്റും, മാലിക്കി ആയാലും പറ്റും. നാലും അല്ലാത്ത അഞ്ചാമത്തെ ഒന്നാണെങ്കിൽ അവൻ സമസ്തയുടെ ആദർശത്തിലുള്ള ആളല്ല. നാലിൽ ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശത്തിലുള്ള ആളാണ്. അപ്പൊ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് ഫിഖ്ഹിന്റെ ക്രോഡീകരണം നടന്നു. എന്തേ ഫിഖ്ഹ് ആദ്യം ക്രോഡീകൃതമാവാൻ കാരണം? ഫിഖ്ഹ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ബാക്കിയുള്ള ഒന്നും അങ്ങനെ എല്ലാവർക്കും വേണ്ടതല്ല. എല്ലാവരും മുഹദ്ദിസുകളാവണമെന്നുണ്ടോ? ഇല്ല. എല്ലാവരും മുഫസ്സിരീങ്ങളാവണമെന്നുണ്ടോ? അങ്ങനെയില്ല. എല്ലാരും മൗലന്മാരാവണമെന്നുണ്ടോ? അങ്ങനെയില്ല. ഒരു തറവാട്ടിൽ ഒരാൾ മൗലരാവണമെന്നേ ഞാൻ പറയുള്ളൂ. എല്ലാരും മൗലരായ പിന്നെ ആരോടെ വയലു അറിയാവും? പ്രശ്നം തന്നെയല്ലേ? ഹലോ, എല്ലാരും മൗലരാവണമെന്ന് നമുക്ക് അഭിപ്രായം ഉണ്ടോ? നിക്കില്ല. പിന്നെ എത്രയേ ഉള്ളൂ? ഒരു കുടുംബത്തിൽ ഒരാൾ മൗലിയരുണ്ടായിരിക്കണം. ഒരാൾക്ക് മീൻ കച്ചവടം ഉണ്ടാവണം, ഒരാൾക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടാവണം, ഒരാൾ പോലീസുകാരനായിരിക്കണം, ഒരാൾ പട്ടാളത്തിൽ ചേരണം, ഒരാൾ വിദേശത്ത് പോകണം. അങ്ങനെ എല്ലാവരും വേണമെന്നാണ് നമ്മളെ അഭിപ്രായം. അല്ലാതെ എല്ലാവരും മൗലവിമാരാവണം എന്നല്ല, കുറച്ചാൾക്കാരുണ്ടാവണം എന്നാണ്. ഹക്കിന്റെ അഹലുകാരായിരിക്കണം എന്നതാണ് നമ്മുടെ വാദം, അല്ലാതെ നമ്മളാൾക്കാരായിരിക്കണം എന്നതല്ല. ആദ്യത്തെ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് ഫിഖ്ഹിന്റെ ക്രോഡീകരണം നടന്നു. 4 മദ്ഹബുകൾ വരുന്നതും ഹിജ്റ 300 പിന്നിടുന്നതിന് മുമ്പാണ്. എന്താണ് ആദ്യം ഫിഖ്ഹ് ക്രോഡീകരിക്കാണ്ടായ കാരണം? ഫിഖ്ഹ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. എല്ലാവരും മുഫസ്സിറാവണമെന്നില്ല, എല്ലാവരും മുഹദ്ദിസാവണമെന്നില്ല, എല്ലാവർക്കും അറബി സാഹിത്യം അറിയണം എന്നില്ല. അതേ സമയത്ത് ഫിഖ് എല്ലാവർക്കും വേണം. കാരണം എല്ലാവർക്കും നിസ്കരിക്കണം, എല്ലാവർക്കും നോമ്പ് നോൽക്കണം, എല്ലാവർക്കും ഹജ്ജിന് പോകണം. അതിനാൽ ഫിഖ് എല്ലാവർക്കും വേണം. അതുകൊണ്ട് ഫിഖിന്റെ ക്രോഡീകരണം ആദ്യമായി നിർവഹിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഏകദേശം 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ ഹദീസുകളുടെ ക്രോഡീകരണവും നടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, നസായി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള ആളുകളൊക്കെ ഹിജ്റ 300-ന് മുമ്പ് തന്നെ വരുന്നുണ്ട്. 4-5 നൂറ്റാണ്ടുകളിൽ അഖീദകളുടെ ക്രോഡീകരണം നടന്നു. വിശ്വാസപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രധാനമായും സംഘടിത രൂപത്തിൽ ഉണ്ടാകുന്നത്, അതിന് മുമ്പ് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്, സംഘടിത രൂപത്തിൽ ഉണ്ടാകുന്നത് ഹിജ്റ 4-5 നൂറ്റാണ്ടുകളിലാണ്. ആ കാലത്താണ് അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവും അബാ മൻസൂരിനിൽ മാതുരിദി റളിയല്ലാഹു അൻഹുവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ തുടർന്നു വരുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് ക്രോഡീകരിച്ചത്. നമ്മൾ അശ്അരിയാക്കളാണ്. എന്നാൽ എല്ലാരും അശ്അരിയാക്കളാകണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. ബഹുമാനപ്പെട്ട അബാ മൻസൂരിൽ മാതുരിദി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം സ്വീകരിച്ചാലും മതി. കാരണം ഹക്ക് 2 എണ്ണാണ്. നമ്മളാൾക്കാരാവണം എന്നുള്ള വാദമല്ല, സത്യത്തിന്റെ ആളാവണം എന്നുള്ള വാദമാണ്. നമ്മളാൾക്കാരാവണം എന്നുള്ള വാദമാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയേണ്ടത്? എല്ലാരും അശ്അരി സരണി സ്വീകരിച്ച ആൾക്കാരാവണം എന്നാണല്ലോ. അങ്ങനെ നമ്മൾ പറയണില്ല. ഹക്ക്, വിശ്വാസപരമായ ഹക്ക് 2 എണ്ണേ ഉള്ളൂ. അത് ഒന്ന് അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ക്രോഡീകരണവും, രണ്ടാമത്തേത് അബാ മൻസൂരിനിൽ മാതുരിദി റളിയല്ലാഹു അൻഹുവിന്റെ ക്രോഡീകരണവുമാണ്. അത് 2-ൽ ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ, 2 എണ്ണേ ഹക്കുള്ളൂ. അല്ലാത്തത് ബാത്തിലാകുന്നു. അതിനാൽ ഹക്കേ സ്വീകരിക്കാൻ പറ്റുള്ളൂ.